അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ റമദാൻ എത്തിയപ്പോൾ ഈ റമദാനിന് ശേഷം നിങ്ങളുടെ അന്ത്യമാണ്, ഈ ശവ്വാൽ കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ത്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ റജബിലേക്ക് എത്താൻ പോവുകയാണ്. ഏതായാലും നൗഷാദ പറയണമെന്ന് കേട്ടു നോക്കാം നമുക്ക്. ഈ റമദാന്റെ ശേഷങ്ങളെ കഷ്ടക്കാരാണ്, ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്. റമദാനിന് ശേഷങ്ങളെ കഷ്ടക്കാരാണ്, ഓരോന്ന് തുടങ്ങാൻ പോവുകയാണ്. പുതിയ പുതിയ നിലക്കുള്ള കുത്തിത്തിരിപ്പുകൾ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കും. പക്ഷേ കിളച്ച് പിടിക്കുന്നൊന്നുമില്ല, അത് വേറെ വിഷയം. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കും. അതാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കയ്യലോട് കൂടപ്പം ചാടിയത്. ഒന്ന് നോക്കാം നമുക്ക്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ് മലപ്പുറത്ത് ഇന്നലെ മിഞ്ഞാന്നേൻ്റെ മലപ്പുറത്ത് വന്നു കണ്ട് പറഞ്ഞതാ. മലപ്പുറത്ത് അങ്ങനെയാണല്ലോ, എല്ലായിടത്തും പണ്ഡിതന്മാർ വന്നുകൊണ്ട് ശുദ്ധമാക്കിയ സ്ഥലത്ത് ഇപ്പം വന്നുകൊണ്ട് മലീമസമാക്കും. പിന്നൊന്ന് അങ്ങനെയാണ് സംഭവം. സത്യത്തിലൊരു കാര്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുരുവട്ടൂര് കൗമ് ശരിക്കും ഒരു വേപ്പെട്ടിയാണ്, വേപ്പ് പട്ടികളാണ്. ഞാൻ അങ്ങനെ ഉദാഹരണം പറയുന്നത്, വേപ്പ് പട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. വേപ്പ് പട്ടിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പാടില്ല. കട്ടക്കാലത്തിനെങ്ങാനും ആ വേപ്പ് പട്ടി ഒന്ന് മാന്തിയാൽ, അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ചൊറിഞ്ഞാൽ, ആ മാന്തിയ ആൾക്കും ആ വേപ്പളവും, ആ മാന്ത് കിട്ടിയ ആളുണ്ടല്ലോ അയാൾക്കും ആ വേപ്പളവും, അയാൾക്കും അളകും. അയാൾ അളകിയിട്ടൊന്ന് ഓടി മറ്റൊരുത്തനെ മാന്തിയാലോ ആ ആൾക്കും അളകും. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ആ വേപ്പ് ഇങ്ങനെ അളകിക്കൊണ്ടേയിരിക്കും. അതുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് മാന്തി കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ആ വേപ്പെട്ടിയുടെ ആ വിഷം അളകിക്കൊണ്ടിരിക്കും. അതങ്ങനെ പെട്ടെന്ന് സൂചിച്ചാലൊന്നും പോകില്ല. പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റിയൊരു കാര്യമല്ല വേപ്പളകിയത്. അങ്ങനെയാണ് എന്നതിൽ പെട്ടതാണ് ഈ കുരുവട്ടൂരികൾ. ഈ കുരുവട്ടൂരികൾ കുരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്ത് പോയി നിന്നാൽ ചെറിയതായിട്ട് എന്ത് ചെയ്യും, അത് അവരിലേക്ക് ആ പട്ടി മാന്തിയതുപോലെ പകർന്നു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും, പകർത്തിക്കൊണ്ടിരിക്കും. പക്ഷേ വളരെയധികം സൂക്ഷിച്ചോളണം. ഈ വേപ്പ് പട്ടിയുടെ അടുത്ത് പോയിട്ട് ആരും നിൽക്കാറില്ലല്ലോ എന്നത് നാം മനസ്സിലാക്കണം. ഇതിൻ്റെ അടുത്ത് പോയി നിന്നാൽ നമ്മളുടെ ദീൻ പസാദാക്കി കളയും ഇവർ. ദീനിനെയാണ് ഇവർ പറയുന്നത്. പണ്ഡിതനെ പറഞ്ഞാൽ അത് ആരെ പറയുന്നത്? പണ്ഡിതന്മാരെ പറയുമ്പോൾ അത് ആരെ പറയുന്നത്? അത് അല്ലാഹുവിൻ്റെ ദീനിനെയാണ് പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ടാണ് ചില നാടന്മാരായ ചില ആളുകളൊക്കെ പേരോട് ഉസ്താദിനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ വേപ്പെട്ടിയുടെ മാന്തലിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലായി വരുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി കൊണ്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ് മിനിഞ്ഞാന്ന് വന്ന് മലപ്പുറത്ത് വന്നിട്ടൊന്ന് കുരച്ചതുണ്ടായിരുന്നു. അതെങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. നൗസോ ഇതൊന്ന് കുരച്ച പലതുണ്ട്. അതിൽ ഒന്നേ കേൾപ്പിച്ചുതരാം. നമ്മളെ എളമരം ജബ്ബാറാജി ഉണ്ടല്ലോ, ജബ്ബാറാജിനെ തോൽപ്പിക്കാനാണല്ലോ കാര്യമായിട്ട് എല്ലാവരും കൂടി, എല്ലാ മൊയ്ലമാരും കൂടി മദ്രസിലെ പട്ടിക എടുത്തു വെച്ച് വോട്ടർ പട്ടികയായിട്ട് നടന്നത്. കേട്ടില്ലേ മലപ്പുറത്തേക്ക് വന്നുകാണ്ട് പുതിയ മോഡൽ ഇറക്കിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, പല സ്ഥലത്തും പല രൂപത്തിലാണ് എൻ്റെ കുര നടക്കുന്നത്. മലപ്പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു അറിയോ, എളമരം ജബ്ബാറാജി ഇലക്ഷനെ മത്സരിച്ച സമയത്ത് എളമരം ജബ്ബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഈ മൂല്യമാരൊക്കെ ഇറങ്ങി. ബാക്കി പറയട്ടോ. മൊയ്ലിയന്മാരെല്ലാവരും കൂടി ഇറങ്ങി. ഒരു വിചാരം എന്താ അറിയോ, പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാ ഫിത്തിനിൻ്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ.
ആ കേട്ടില്ലേ മനസ്സിലാണില്ല എല്ലാവർക്കും. ഇവന്റെ കുതന്ത്രം നോക്കണം കേട്ടോ. ഏയ് ഹക്കീം അസ്ഹരി എന്ത് ചെയ്യാണ്, ലീഗിൽ നിന്ന് കുറച്ച് അടർത്തിയെടുത്തിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നടക്കാനുള്ള ശ്രമമാണ്. ആര്? നൗഷാദ് ഇപ്പോൾ ഈ കുരക്കണത്. ഇത് നൗഷാദിനോട് സെപ്പറേറ്റ് വിളിച്ച് പറഞ്ഞതാ ഹക്കീം അസ്ഹരി, അല്ലെങ്കിൽ അവരൊക്കെ ഷെയ്ഖിൻ്റെ കറാമത്തേക്കാരം. ആ അടുത്ത് വരട്ടെ ഇവൻ്റെ കുരക്കലൊന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കുക. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറൊരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. കേട്ടില്ലേ ഏയ് പിന്നെ വഹാബ് സഖാഫി ഇടുന്ന പോസ്റ്ററും അതുപോലെ തന്നെ അപ്പുറത്തിടുന്ന മോലിയറിടുന്ന പോസ്റ്ററും ഇതൊക്കെ ആരെ തന്ത്രമാണ്? ഹക്കീമിന്റെ തന്ത്രമാണ്, ഹക്കീം അസ്ഹരിന്റെ തന്ത്രമാണ്. ഇതൊക്കെ ഇവനറിയേ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇവൻ ആരാച്ചിട്ടാ ഇവന്റെ കൊരക്കല് വെറും ഒരു വേപ്പ് മാത്രമൊന്നല്ല, അതിലൂടെ മറ്റതും കൂട്ടിക്കളിയും. ജബ്ബാറാജി ആദ്യം നമ്മളോട് പറഞ്ഞ ഒരു 5000 ഒക്കെ കിട്ടുന്നതാണ്. ഓ ജബ്ബാറാജി പറഞ്ഞിരുന്നത് 5000 കിട്ടുന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓനോട് പറഞ്ഞത്. ആ ബാക്കി എന്നിട്ട് പിന്നെ കിട്ടിയതോ? ഇപ്പൊ നോക്കുമ്പോൾ 13,000-ലേറെ ഭൂരിപക്ഷത്തിനകത്ത് അയാൾ ജയിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തൊന്നും കൂടിക്കൊടുക്കുക, ഒരു ഉസാറായി ജയിച്ചോളും. ഞങ്ങൾ കൂടിയിക്കണോ ഇല്ലേ എന്നുള്ളത് ജബ്ബാറാജി പറയടോ. ജബ്ബാറാജി പറയും ഞങ്ങൾ കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ജബ്ബാറാജി പറയും. ആദ്യം എൻ്റെ പറച്ചിലും കഴിയട്ടെ, എന്നിട്ട് ജബ്ബാറാജി വരുന്നുണ്ടേ. പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജി ഭരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കി കൊടുത്തതല്ലേ, എന്തിനാ നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്? അതല്ലടാ രസം പറഞ്ഞത്. അവിടെ പറഞ്ഞതൊരു സത്യമാണ്, പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ട് പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജിക്ക് ഭരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ. അത് ജബ്ബാറാജി പറയേ. മൊയ്ലിയമാര് തലങ്ങും വലങ്ങും ഓടി രാത്രി ഒഴിവില്ലാതെ വോട്ടുപിടുത്തത്തിനായി നടന്നു, വിജയമുറപ്പിച്ചു. എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്തായിപ്പോ? എന്തായാലും തോൽപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. എവിടെ പ്രഖ്യാപിച്ചിരുന്നത്? എന്നോട് പറഞ്ഞോ നൗഷാദേ എന്താടാ ഇജൊക്കെ മനസ്സിലാക്കണത്? ഇജെന്താ കരുതിയത്? ഇജ് കരുതിയതല്ലോ ഇവിടെ നടക്കണത്. എൻ്റെ ഷെയ്ഖിനിക്ക് പറ്റിപ്പോയി, എല്ലാ കണക്ക് കൂട്ടലും തെറ്റിപ്പോയി. എൻ്റെ ഷെയ്ഖിൻ്റെ പിന്നെ കണക്ക് കൂട്ടൽ ഇബിലീസിൻ്റെ കണക്ക് കൂട്ടലാണ്. അതാണ് എല്ലാ നിലക്കും തെറ്റിപ്പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോ ചെയ്യും. കാരണം ഈ ജബ്ബാറാജി ആദ്യ കാലഘട്ടത്തിൽ പ്രസംഗിച്ചൊരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പിട്ടു അല്ലേ? അതേ ജബ്ബാറാജി എലക്ഷൻ കഴിഞ്ഞിട്ട്, എലക്ഷൻ്റെ മുന്നല്ല, എലക്ഷൻ കഴിഞ്ഞിട്ട് കേട്ടോ മോനെ നൗഷോ, ജബ്ബാറാജി സ്റ്റേജിൽ കയറിയിട്ട് പൊതുജനങ്ങളോട് പറയാണ്, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ എന്നെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്, അവരെനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കേട്ടിട്ടില്ലേ മോനെ നൗഷാദേ? എൻ്റെ കോമാട്ട് ചാലിൽ അദ്ദുനെ കേൾപ്പിക്കടാ. കേട്ടോ ജബ്ബാറാജി പറയണത്? ആരാ മൂപ്പരെ ജയിപ്പിച്ചത് എന്നുള്ളത്? ഇജല്ല ജബ്ബാറാജി. കേട്ടോ ആണെങ്കിൽ ജബ്ബാറാജി ഒന്ന് പറഞ്ഞു കൊടുത്താണ് ഈ മോയന്തിന് നമ്മോട് കാണിച്ചത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. നൗഷാദേ കേട്ടോ മോനെ കേട്ടോ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. ആരാ പറയണറിയോ? ജബ്ബാറാജിയാ പറയണത്. ബാക്കി പറയട്ടെ ജബ്ബാറാജി. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട AC മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. അതാണ് നന്ദി. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടും അവരെന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അവരോട് എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
പ്രത്യേകം നന്ദി പറയുന്നു. ആരോട്? വട്ടൂരി നൗഷാദേ, അന്നോടല്ല, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ, കാന്തപുരം ഉസ്താദിൻ്റെ മക്കളോട്, അതുപോലെ തന്നെ പേരോട് ഉസ്താദിൻ്റെ മക്കളോട്, അതുപോലെ പൊന്മൾ ഉസ്താദിൻ്റെ മക്കളോടാണ് പറയണത്. ഇനി എനിക്ക് വേറെന്ത് കേൾക്കണോ? ഈ ഇലക്ഷനിൽ മുദ്രാവാക്യം ഇതുവരെ ഈ നൂറ്റാണ്ട് വരെ ഇലക്ഷൻ വന്നതിന് ശേഷം കേൾക്കാത്ത ഇതുവരെ കേൾക്കാത്ത ഒരു മുദ്രാവാക്യവും വരെ ഈ ഇലക്ഷനിൽ നടന്നിട്ടുണ്ടടാ. എന്താ കരുതിയത്? മുസ്ലിം ലീഗുകാർ ജയിച്ചെടുത്ത് പ്രത്യേകിച്ച് SSFൻ്റെ മക്കൾക്ക് SSFന് അഭിവാദ്യങ്ങൾ. കേട്ടുക്കണോ മോനെ? ഇജ് കേട്ടുക്കണോ? ഇജ് കേട്ട് വണ്ടിയാരി മലപ്പുറത്തേക്ക് OK ഉസ്താദിനിക്ക് അവിടെ അനുസ്മരണ പരിപാടി നടത്തിയപ്പോൾ അവിടേക്ക് വണ്ടി ഒന്ന് കാണ്ട് അവിടെ നിന്ന് കുളം തോണ്ടാന്ന് കരുതി. പക്ഷേ ആകെ ആണ്ടി പോയ അണ്ണാൻ്റെ മാതിരി ആയില്ലപ്പോൾ. വരട്ടെ, ലീഗിൻ്റെ പ്രകടനം വരട്ടെ. നൗഷാദെ, കേട്ടജ് മലപ്പുറം ജില്ലയിൽ ഇജ് കേട്ടോ? ഞങ്ങളെ ചങ്കിലെ റോസാ പൂവേ, സുന്നി മക്കളെ പ്രസ്ഥാനം SSFന് അഭിവാദ്യങ്ങൾ. ഏയ് കേട്ടോ മോനെ നൗഷോ? കേട്ടജ്? ഞങ്ങളെ ചങ്കിലെ റോസാ പൂവേ, സുന്നി മക്കളെ പ്രസ്ഥാനം SSFന് അഭിവാദ്യങ്ങൾ. ഇത് SSFൻ്റെ പ്രകടനത്തിനല്ല വിളിക്കുന്നത്. ഏതിലാ വിളിക്കണത് എനിക്കറിയോ? മുസ്ലിം ലീഗുകാരാണ് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിനെവിടെയും SSFനിക്ക് ഒരു അഭിവാദ്യം വിളിക്കാതെ ഇപ്രാവശ്യം SSFന് അഭിവാദ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നെ കൊണ്ട് കിട്ടിയൊരു നേട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം എൻ്റെ കാട്ടുകൾ, എൻ്റെ ഷെയ്ഖിൻ്റെ എൻ്റെ പ്രഖ്യാപനങ്ങൾ പലതും വന്നിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾ കരുതിയിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ടൊന്ന് ഇട്ട് പൂട്ടാന്ന്. പക്ഷേ അത് പൂട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിയത്. എല്ലാ നിരക്കും പൂട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിയത്. അത് ഇനിയും പൂട്ടുകൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും. ഇത് കേരളത്തിൽ നടക്കൂല മോനെ, കേരളത്തിൽ നടക്കൂല. ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഇത് ലീഗാരൊന്ന് താങ്ങിക്കാണ്ട് ലീഗാരമല്ലേ എൻ്റെ കയ്യിലേക്കൊന്ന് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലീഗിലിപ്പോൾ പൊട്ടന്മാരൊന്നുമല്ല, പണ്ടത്തെ മാതിരിയൊന്നുമല്ല ഇപ്പോൾ ലീഗ്. ഇതെന്താ കരുതിയേ? ലീഗുകാരൊക്കെ അത്യാവശ്യം ഇപ്പോൾ തൻ്റെ ഇടമുള്ള പോലെ അയക്കണ്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അന്നെപ്പോലത്തെ കുരുട്ട് ബുദ്ധികൾ ഇപ്പുറത്തു കൂടി വരും. തികയാതെ പ്രസവിച്ച ആൾക്കാർ ഇപ്പുറത്തു കൂടി വരും. അവർ പലതും പറയും. അതിൽ നമ്മൾ ചെവിക്കൊള്ളാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഇജിങ്ങനെ വരുന്നു. ചിലപ്പോൾ ജബ്ബാറാജിക്ക് അതിൻ്റെ കരാമത്തുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ജബ്ബാറാജി ശക്തമായിട്ട് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഏതായാലും നൗഷോ എല്ലാം തൂറ്റിന്നല്ല തൂറ്റിമേലെ തൂറ്റി. ഇഞ്ഞേ എന്തിനാ എനക്കൊക്കെ നല്ലത്? ഇനി പണ്ടൊരു കാര്യം പറഞ്ഞില്ലല്ലോ, പൂളക്കളക്കാൻ പോകാന്ന്. കളക്കാനൊന്നും എനിക്ക് വെച്ചെങ്കിലും പൊറുക്കാനെങ്കിലും പോയിക്കോ. കളക്കാനുള്ള ആരോഗ്യം നിനക്ക് ഉണ്ടാവില്ല. അപ്പം നഞ്ഞ് ഏറ്റവും നല്ലത് പൊറുക്കാൻ പോവുക. ഒരു ചാക്ക് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് പൊറുക്കിക്കോ. അതിനെ എന്നെ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഇന്നെ പറ്റൂല മോനെ.